പവിത്രത്തിലാണെങ്കിൽ വിക്രമിനെ ഓർത്ത് സങ്കടപ്പെടുന്ന ദുഃഖിക്കുന്ന വേദയെ നമുക്ക് കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, വേദയ്ക്കാണെങ്കിൽ ഓരോ ദിവസം തള്ളി നീക്കുമ്പോഴും വിക്രത്തിൻ്റെ ഓർമ്മ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയൂട്ടോ. ഇതേ സമയം വേദയാണെങ്കിൽ വിക്രത്തെ ഓർത്ത് പൊട്ടിക്കരയാനായിട്ട് തുടങ്ങുന്നു. വിക്രത്തോടാണെങ്കിൽ ഇതുവരെ താൻ ഗർഭിണിയായതോ തമ്മൾക്ക് ഒരു കൊച്ച് ജനിക്കാൻ പോകുന്നു എന്നതോ ഒന്നും വേദ പറഞ്ഞിട്ടില്ല. അതിൻ്റെ വിഷമവും വേദയുടെ മനസ്സിലുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ വേദ വളരെയധികം സങ്കടത്തിലാണ് എന്ന് കാണാൻ കഴിയും. വേദയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും വിക്രത്തെ ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ അവതരിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ താൻ ഗർഭിണിയാണെന്നറിഞ്ഞാൽ തൻ്റെ ഏട്ടൻ തൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് പല കടുങ്കയും പല കളികളും കളിക്കുമെന്നറിയാവുന്ന വേദയാണെങ്കിൽ തന്ത്രപൂർവം അങ്ങോട്ട് പോവാതെ നിൽക്കുന്നൊരു കാഴ്ച വിക്രത്തെ അറിയിക്കാൻ പറ്റാത്തതിൻ്റെ കുറ്റബോധമുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. എന്നിരുന്നാലും വേദയാണെങ്കിൽ നാട്ടിലേക്ക് പോവാൻ തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാഴ്ത്താൻ തയ്യാറല്ല എന്ന് കാണാനായിട്ട് കഴിയും. ഇവിടെ വിക്രമാണെങ്കിൽ വേദയെ ഓർത്ത് ഇരിക്കാത്ത സമയം പോലുമില്ല എന്ന് കാണാം. അച്ഛനും അമ്മയൊക്കെ ഏതു നേരവും കാണാനായിട്ട് വരുമ്പോൾ എന്തേ അച്ഛ വേദയെ കണ്ടോ, ആരെങ്കിലും കണ്ടോ, വേദയെ വിവരം അറിഞ്ഞോ എന്നൊക്കെ വിക്രം ചോദിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോഴും അവർ പറയുന്നത് ഇല്ല മോനെ, വേദയെ കാണാനായിട്ട് കഴിഞ്ഞില്ല, വേദമോളെ കണ്ടില്ല എന്നാണ്. അത് വിക്രത്തെ ഒരുപാട് തളർത്തുന്നുണ്ട്, വേദനിപ്പിക്കുന്നുണ്ട്. വിക്രമാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നൊക്കെയുണ്ട്, അവളിത് എവിടെ പോയേക്കാം, അവളെന്താ ആരോട് പറയാതിരിക്കുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നീ പുറത്തിറങ്ങുന്നത് കാത്ത് ഇരിക്കുകയായിരിക്കും മോനെ. അവൾ എന്തായാലും നീ പുറത്തിറങ്ങി കഴിയുമ്പോൾ നീ അവളെ തേടി പോകുമെന്ന് അവൾക്കൊരു വിശ്വാസമുള്ളത് കൊണ്ട് ചിലപ്പോൾ അവളെ എവിടെയെങ്കിലും മറഞ്ഞിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ ആ ശ്രീകാന്ത് അവളെ എന്തെങ്കിലും ചെയ്താലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്ന് പറയുന്നു. ഞങ്ങളെക്കൊണ്ട് അവളെ രക്ഷിക്കാനായിട്ട് കഴിയില്ലല്ലോ എന്ന് പറയുന്നു. ചിലപ്പോൾ അതുകൊണ്ടും ആയിരിക്കാം എന്ന് പറയുമ്പോൾ വിക്രത്തിന് കാര്യങ്ങൾ മനസ്സിലാകുന്നു, പിടികിട്ടുന്നു എന്ന് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ വിക്രമാണെങ്കിൽ ജയിലിലിരുന്ന് വേദയുടെ വിവരമൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ പൊട്ടിക്കരയാനും ഒച്ചയുണ്ടാക്കാനൊക്കെ ആയിട്ട് തുടങ്ങുന്നൊരു കാഴ്ച കാണാൻ കഴിയും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വേദ അവിടെ വിക്രത്തിൻ്റെ കാര്യങ്ങൾ ഓർത്ത്, വിക്രവുമായിട്ടുള്ള ഓരോ മുഹൂർത്തങ്ങളും ഓർത്ത് പൊട്ടിക്കരയുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കൂട്ടോ. ഇതേ സമയം വേദവിക്രത്തിൻ്റെ ഫോട്ടോ എടുത്ത് വിക്രം തൻ്റെ കൂടെ തന്നെയുണ്ട് എന്ന് മനസ്സിനെ ബോധിപ്പിക്കുന്ന ഒരു കാഴ്ചയും കാണാനായിട്ട് കഴിയും. അങ്ങനെ വേദ ഇങ്ങനെ പൊട്ടിക്കരയുന്നത് കൂട്ടുകാരി കാണാനായിട്ടിടയാവുകയും കൂട്ടുകാരി പറയുന്നുണ്ട്, വിക്രത്തിൻ്റെ ജയിൽ ശിക്ഷയൊക്കെ കഴിഞ്ഞ് വിക്രം തീർച്ചയായിട്ടും പുറത്തേക്ക് വരുമെന്നും, അതുകൊണ്ട് തന്നെ ആ സമയം നീ ഇങ്ങനെ കരഞ്ഞ് വിഷമിച്ച് ഇരിക്കാതെ സന്തോഷിച്ച് നല്ലൊരു കുഞ്ഞിന് ജന്മം കൊടുത്തിരിക്കുകയാണെങ്കിൽ വിക്രത്തിനത് കൂടുതൽ സന്തോഷമാകുമെന്ന് പറയുമ്പോൾ വേദ ആ കരച്ചിൽ പതിയെ അവസാനിപ്പിച്ച് തൻ്റെ കുഞ്ഞിന് വേണ്ടി ജീവിക്കാനായിട്ട് തുടങ്ങുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ കൂട്ടുകാരിക്കും അതുതന്നെയാണ് ഇഷ്ടമെന്ന് കാണാം. വേദ ഇങ്ങനെ കരഞ്ഞ് കണ്ണീരോടെ ഒരു മുറിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ കൂട്ടുകാരിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ കൂട്ടുകാരി പതിയൊരു ജോലിയൊക്കെ വേദയ്ക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേദയാണെങ്കിൽ ആ ജോലി ചെയ്ത് പിന്നെ വിക്രത്തിൻ്റെ ഓർമ്മകളിൽ നിന്നും പതിയെ ഒന്ന് റിക്കവർ ആവുന്നുണ്ടെങ്കിലും ഭർത്താവിനെ ആലോചിക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ. വേദ വിക്രമിനെ ആലോചിക്കുമ്പോൾ തൻ്റെ കയ്യിലുള്ള ഫോട്ടോ എടുത്ത് നോക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. അപ്പോൾ വേദയ്ക്കൊരു ആശ്വാസം ലഭിക്കുന്നുണ്ട് എന്നും കാണാൻ കഴിയൂട്ടോ. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നൊരു കാഴ്ച നമ്മൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. ദിവസങ്ങളും മാസങ്ങളും ഒടുവിൽ വേദ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതും നമുക്കിനി വരുന്ന രണ്ടാം ഭാഗത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാനായിട്ട്
പ്രത്യേകം ശ്രദ്ധിക്കുക.